CMDRF അഥവാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ അതൊരു വെറും കോടികളുടെ പണത്തൂക്കമല്ല, അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ്. രണ്ട് പ്രളയങ്ങളിൽ മഹാവ്യാധികൾ ഇരുത്തിപ്പോയ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നിപ്പതറി നമ്മൾ നിന്നൊരു കെട്ടകാലത്ത് അപ്പോഴെങ്ങനെ ഒന്നിച്ചെന്നിറങ്ങുമല്ലേ എന്നൊരു ആർജവത്തിൽ ഇന്നാട്ടിലെ അരപ്പട്ടണിക്കാരടക്കം കയ്യോട് കൈചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അധമക്കൂട്ടം അള്ളി അണ്ണാക്കി തള്ളിയത്. അത് പൊറുക്കാവതല്ല. ആ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ ചത്താൽ മതി എന്ന് തോന്നുന്നു സാറേ എന്ന് ചങ്ക് കലക്കുന്നുണ്ട് കണ്ണൂർ ജനാർദ്ദൻ. വർഷങ്ങളോളം വീട് തീർത്ത കൈകൊണ്ട് കൈവറക്കാതെ കൊടുത്ത ആകെ സമ്പാദ്യം 2 ലക്ഷം. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പട്ടണിക്കാരി സുബൈദ ആകെ വരുമാനമാർഗമായി ആടിനെ വിറ്റു കൊടുത്തു 5510. വിഷു കഴിഞ്ഞിട്ട് കിട്ടിയ പണം കൊടുത്ത് മതിയാകാതെ ഓമനിച്ച് വളർത്തിയ പ്രാവിനെ ലേലത്തിൽ വെച്ച് 11 കാനുണ്ടെന്ന് കണ്ണൂരിൽ. ഉടുക്ക പൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ മോണകാട്ടിച്ചിയോടെ കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെടുമെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്ക് വിശ്വസിച്ചവയാണ്. ഏജന്റുമാർ, വിടുതലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷണ വലയം മൂക്കിന് താഴെ അധമശൃംഖലയായി കൊഴുത്തങ്ങനെ തീർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഭരണപരാജയം. ആ പവൻമാറ്റ് ജാഗ്രത കുറവിന് പിണറായി വിജയന്റെ വാക്ക് കേട്ട ആ ഫണ്ടിലേക്ക് കോടികൾ ഒഴുക്കിയ ഉദാരമതികളായ മനുഷ്യരോട് മുഖ്യമന്ത്രിയും സർക്കാരും പറയേണ്ടത് നിരവാധിക മാപ്പാണല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ ഏതോ കത്തെടുത്ത് കാട്ടി പ്രതിരോധം തീർക്കലല്ല. കേരളം ഞെട്ടി അടിപൊളി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരെ പഴിയായി മാധ്യമങ്ങളിലൂടെ വിരട്ടലുമല്ല വേണ്ടത്, ആ സംവിധാനത്തിന്റെ വിശ്വാസത വീണ്ടെടുക്കലാണ്. 20 കോടി 12 ലക്ഷം രൂപയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഒരു ഗുമസ്തനെ മാത്രം വകുപ്പ് തല ബലികൊടുത്തൊരു പോലെ ഉടായ്പ അന്വേഷണമാണെങ്കിൽ ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കൊടുക്ക പൊട്ടിക്കില്ല. ആകാശം പിടിച്ച് ഇടിനാശം എന്ന് കേട്ടാലും ഒരു സുബൈദേവിനെ ആടിനെ വിൽക്കില്ല. പരമസാധു മനുഷ്യർക്ക് കിട്ടേണ്ട പണം കട്ട് നാക്കിൽ വെച്ചവർ കുറ്റബോധം കൊണ്ട് നീറുന്നത് സ്വമേധയാ തിരിച്ചടക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വറ്റുപോലും ചോറുണ്ടിട്ടുണ്ടെങ്കിൽ ശരീരമാണെങ്കിൽ തൊണ്ടക്കുഴിയിൽ വെള്ളം